നമസ്തേ, ഏവർക്കും നമസ്കാരം. ദൈവം നമ്മളെ പറ്റിക്കുകയില്ല, ദൈവം നമ്മളെ ചതിക്കുകയില്ല. കാരണം എന്താണ്? ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയില്ല. അറിയാൻ കഴിയുമോ? എന്നാൽ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയണം. ദൈവത്തെ നമ്മൾ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചതിച്ചുകൊണ്ടിരിക്കും. ചതിച്ചിട്ടില്ലേ? ചതിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ദൈവം? ദിവ്യമായ ദ്രവ്യമാണ് ദൈവം. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന ആ 5 ദ്രവ്യങ്ങൾ ചേർന്നതാണ് ഈ ദ്രവ്യവ്യൂഹം. ദിവ്യ വിശേഷ ഗുണങ്ങളുള്ള 5ഉം ചേർന്നതാണ് ഈ പ്രപഞ്ചം, ഈ ദൈവം. ദിവ്യത്വമേകുന്ന ദ്രവ്യവിശേഷങ്ങൾ തന്നെയാണ് ദൈവവിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നല്ല വിശേഷത്തെ, സുവിശേഷത്തെ ഏകുന്നത് ആരാണ്? പഞ്ചമുഖനായിരിക്കുന്ന ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആ വിശേഷമാണ്, ആ ദിവ്യദ്രവ്യ വിശേഷങ്ങളാണ് നമുക്ക് സുവിശേഷത്തെ, നല്ല വിശേഷത്തെ ഏകുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? സവിശേഷമായിരിക്കുന്ന ആ ദ്രവ്യവിശേഷങ്ങളിലൂടെയാണ് നമ്മളുടെ നല്ല വിശേഷം, സുവിശേഷം. ഈ ദൈവത്തെ, ഈ ദ്രവ്യത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്നീ ദ്രവ്യ സവിശേഷതകൾ സൂക്ഷ്മതയോടെ വേദമാകുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നത്. ആ ദൈവികത്വം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ മാത്രമാണ് ആ ദ്രവ്യസുഖം ദൈവസുഖമായി നമ്മൾ അനുഭവിക്കുന്നത്, നമ്മളിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെയല്ലേ? ദ്രവ്യവിശേഷങ്ങളെ അറിയുന്ന ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി എന്നിവയുടെ ശ്രേഷ്ഠമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന ദിവകാരണമായിരിക്കുന്ന ആ ദ്രവ്യത്തെ പരിശുദ്ധമായി നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. നമ്മൾ ആ ദ്രവ്യത്തിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ നുണ പറയാതിരിക്കുക, അസത്യം പ്രചരിപ്പിക്കാതിരിക്കുക, അധർമ്മം ചെയ്യാതിരിക്കുക, സ്വധർമ്മത്തിലേക്ക് മടങ്ങുക. ഈ ദ്രവ്യത്തിൻ്റെ സവിശേഷമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ച് അറിയുമ്പോൾ, ആ ദ്രവ്യവിശേഷത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമ്മൾ സ്വധർമ്മത്തിലേക്ക് മടങ്ങും. നമ്മൾ മനനം ചെയ്യുവാൻ തുടങ്ങും. നമ്മൾ മനുഷ്യനാകും. അപ്പോൾ നമ്മൾ മനുഷ്യനാകുമ്പോൾ എന്ത് ചെയ്യും? സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവരാകും. ആത്മീയതയുടെ ആത്മാവ് എന്താണ്? അഹിംസയാണ്. അപ്പോൾ സ്വധർമ്മത്തിലേക്ക് നമ്മൾ മടങ്ങും. നമ്മൾ ആത്മീയവാദിയാകും. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ട്, ആത്മാവിന് വേണ്ടി, ജീവന് വേണ്ടി, ശരീരത്തിന് വേണ്ടി പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യവ്യൂഹത്തെ ഒരുക്കുക. അങ്ങനെ ഒരുക്കുന്നവരാകും നമ്മൾ ആത്മീയതയിലൂടെ, അറിവിലൂടെ. ദൈവത്തെ, ദ്രവ്യത്തെ അറിയുമ്പോൾ നമ്മൾ എന്താകും? ദ്രവ്യത്താൽ നമ്മൾ സുരക്ഷയുള്ളവരാകും, രക്ഷയെ ഏകുന്നവരാകും. ആ അറിവ് നമ്മളെ രക്ഷിക്കും. നമ്മളെ രക്ഷിക്കുന്നത് എന്താണ്? അറിവാണ്, വേദമാണ്. നമ്മളെ അറിവ് സത്യമാണെങ്കിൽ ആ ദിവ്യമായിരിക്കുന്ന, പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യവ്യൂഹം നമ്മളെ ചതിക്കുകയില്ല, നമ്മളെ പറ്റിക്കുകയില്ല. നമുക്ക് ചുറ്റുമുള്ള ആ ദ്രവ്യത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടാൽ നമ്മളുടെ വിശുദ്ധി നഷ്ടപ്പെടും. നമ്മൾ ചതിക്കപ്പെടും. നമ്മൾ ചിതയിലേക്ക് എത്തും. ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യവ്യൂഹത്തിലെ വിദ്യശക്തി, ആ ദൈവിക ശക്തി നഷ്ടപ്പെട്ടാൽ നമ്മൾ വറ്റിപ്പോകും, ജീവൻ വറ്റിപ്പോകും, നമ്മൾ പറ്റിക്കപ്പെടും. നമ്മൾ ഈ വിശ്വത്തെ വിശ്വസിക്കുന്നവരാകുക. വിശ്വാസത്തെ ഏകുന്ന, ദിവസത്തിന് കാരണമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ദ്രവ്യം പരിശുദ്ധമായി സംരക്ഷിക്കുക. ആ പരിശുദ്ധി നഷ്ടപ്പെടാതെ പരിപാലിക്കുക. പരിശുദ്ധമായിരിക്കുന്ന ആ ദ്രവ്യം, ആ ദ്രവ്യത്തിൻ്റെ ഏകനാമ രൂപമാണ് ദൈവം. ജീവനെ സൃഷ്ടിക്കുന്ന, ജീവനെ സംരക്ഷിക്കുന്ന, ജീവനെ സംഹരിക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഈ പഞ്ചഭൂതങ്ങളും എല്ലാമുള്ള ഈ ദ്രവ്യവ്യൂഹത്തിൻ്റെ ഏകനാമ പ്രയോഗമാണ് ദൈവം. ദൈവം എന്താണെന്ന് മനസ്സിലായോ? ആ ദൈവം ദ്രവ്യമാകുന്നു, ആ ദ്രവ്യം ദിവ്യമാകുന്നു. ദൈവികത നമ്മളിൽ വേദ്യമാകുന്നത് വിദ്യയാലാകുന്നു, വേദത്താലാകുന്നു. ആ വേദം നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ, നിങ്ങൾ ചൂഷകരാൽ പറ്റിക്കപ്പെടും, ചതിക്കപ്പെടും. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ചതിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ ചിതയിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കും, നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും, ജീവനെ വറ്റിച്ചുകൊണ്ടേയിരിക്കും. ഈ ജീവനായിരിക്കുന്ന ജലത്തെ വറ്റിച്ചുകൊണ്ടേയിരിക്കും. പരമസത്യമായിരിക്കുന്ന, പരിശുദ്ധമായിരിക്കുന്ന ദ്രവ്യവ്യൂഹം നമ്മളെ ചതിക്കുകയില്ല, നമ്മളെ ചിതയിലേക്ക് എടുക്കുകയില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? ദ്രവ്യത്തെ വിശ്വസിക്കും. പരിശുദ്ധമായിരിക്കുന്ന ആ ദ്രവ്യം, ആ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ.
പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്ട്.